ഹായ് ഓൾ, ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഹാപ്പി പ്രഗ്നൻസി. ഹാപ്പി പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു പ്രഗ്നൻ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാപ്പി മൊമെന്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ ചില സിറ്റുവേഷനിൽ ഇപ്പം കല്യാണം കഴിഞ്ഞ് സെക്കൻഡ് മന്ത് അല്ലെങ്കിൽ തൊട്ടുടനെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആകുക എന്ന് വെക്കുക. അപ്പം ചിലർ എന്ത് ചെയ്യും, ആ ഒരു പ്രഗ്നൻസി അവർ അംഗീകരിക്കുന്ന സമയമായിരിക്കില്ല. കാരണം അവർ വിചാരിക്കും കുറച്ച് നാൾ അവർ എൻജോയ് ചെയ്ത് നടക്കണമെന്ന് വിചാരിച്ച സമയത്തായിരിക്കും ബേബി ആകുന്നത്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പം ഓൾറെഡി ആദ്യം തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കൂടുതലും ഇൻഫെർട്ടിലിറ്റി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആകുക എന്ന് പറയുന്നത് തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ ഇപ്പം ആദ്യം അറിയുമ്പോൾ ചില ആൾക്കാര് നാട്ടുകാരുടെ പ്രശ്നം ഉണ്ടാവും ഇല്ലേ, അല്ല ഉടനെ പ്രഗ്നന്റ് ആയി. അതേസമയം നമ്മൾ വിചാരിക്കേണ്ട കാര്യമുണ്ട്, ഇതേ സമയം നമ്മൾ വൈകിയാണ് ആകുന്നതെങ്കിൽ എന്തെങ്കിലും ഇതേ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ടായില്ല. അതുകൊണ്ട് ആ ഒരു സാഹചര്യം വിട്ടുകളയാം. അതുപോലെ തന്നെ വീട്ടുകാരുടെ ഉള്ളിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ലാസ്റ്റ് മന്ത് പീരീഡ്സ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഓവുലേഷൻ ടൈമിലായിരിക്കും കല്യാണം കഴിയുന്നത്. ആ ടൈമിൽ പിറ്റേ മാസം തന്നെ പ്രഗ്നന്റ് ആകും. അപ്പം നമ്മൾ നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞൊരു 10-15-20 ദിവസത്തിനുള്ളിൽ ആള് കൺസീവ് ആയി. അപ്പൊ അപ്പോഴും ഈ പറഞ്ഞ ഇൻലോസിന്റെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വരാം, നാട്ടുകാരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വരാം. അപ്പൊ ആ കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. ഓൾറെഡി ഓവുലേഷൻ വന്ന ടൈമിലാണ് നമ്മൾ കൺസീവ് ആകുക എന്നുള്ളത്, പ്രഗ്നൻസി സാധ്യതയാകുക എന്നുള്ളതിനെ കുറിച്ചും ഞാൻ ഇതിനകത്ത് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ഈ പ്രഗ്നൻസിയെ നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകണം. നമുക്ക് ഓൾറെഡി ഈ സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും. അതായത് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറുകയാണ്. അപ്പൊ നമ്മുടെ ബോഡി അതിൽ നിന്ന് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിറ്റുവേഷനിൽ നമ്മൾ ഹസ്ബൻഡ് ആണെങ്കിലും ഇല്ലോസ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും അവരുടെ ഇപ്പൊ ചിലപ്പോൾ ആദ്യത്തെ ടൈമിലൊക്കെ വോമിറ്റിംഗ് സെൻസേഷനുകളൊക്കെ ഉണ്ടാവും, ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അവിടെ നമ്മൾ ഈ കാര്യങ്ങളെ വളരെ ഹാപ്പി ആയിട്ട്, അതെങ്കിൽ കാരണം ഓൾറെഡി ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം അപ്പം നമ്മൾ പണ്ട് വന്ന സാഹചര്യങ്ങളല്ല ഇപ്പം. അപ്പൊ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഇത് ഞങ്ങളൊക്കെ ആയിരുന്നല്ലോ, നിങ്ങൾക്ക് എന്താണ് ആവാൻ പറ്റാത്തെന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇപ്പൊ ഒരു സാഹചര്യത്തിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ സപ്പോർട്ട് തന്നെ, ഈ സപ്പോർട്ട് തന്നെ ആഫ്റ്റർ ഡെലിവറിയുടെ ടൈമിലും വേണ്ടതാണ്. കാരണം ഇപ്പൊ ഒരു ഹാപ്പി ആയിട്ടുള്ള പ്രഗ്നൻസി പോയാൽ മാത്രമാണ് ഹാപ്പി പോസ്റ്റ്നേറ്റൽ പീരീഡ് ഉണ്ടാവുള്ളൂ, ഹാപ്പി ബേബി ഉണ്ടാവുള്ളൂ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഇമോഷൻസ് എല്ലാം ബേബിയും അനുഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പ്രഗ്നൻസി പീരീഡ് ഏറ്റവും നന്നായി ഹാപ്പി ആയി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക.